ജില്ലയിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ മലേറിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അടിയന്തര ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഈ വർഷം ഇതുവരെ 303 പേർക്ക് മലേറിയ സ്ഥിരീകരിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലിക്കായി എത്തുന്ന തൊഴിലാളികളിൽ രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ ജില്ലയിൽ പുതുതായി എത്തുന്ന എല്ലാ അതിഥി തൊഴിലാളികളെയും ജില്ലയിലെത്തി 3 ദിവസത്തിനുള്ളിൽ സ്ക്രീനിംഗ് ചെയ്തുവെന്ന് ഏജന്റുമാരും തൊഴിലുടമകളും ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശമുണ്ട്. ഈ വർഷം ഇതുവരെ 303 പേർക്ക് മലേറിയ സ്ഥിരീകരിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തൊഴിലാളികളിലാണ് രോഗബാധ അധികമായി കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ വിവരങ്ങൾ ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തകരുമായി പങ്കുവയ്ക്കുകയും സ്ക്രീനിംഗ് സമയബന്ധിതമായി പൂർത്തിയാക്കുകയും വേണം. പനി, വിറയൽ, തലവേദന, ശരീരവേദന, അമിത ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്ന തൊഴിലാളികൾ ചികിത്സയ്ക്ക് വൈകിപ്പിക്കരുത്. ഇത്തരക്കാർ ഉടൻ സമീപത്തെ സർക്കാർ ആരോഗ്യ സ്ഥാപനത്തിൽ എത്തി പരിശോധന നടത്തണം. രോഗം സ്ഥിരീകരിക്കപ്പെട്ടാൽ നിർദ്ദേശിച്ചിരിക്കുന്ന ചികിത്സ പൂർണ്ണമായും സ്വീകരിക്കണം. മലേറിയ പരിശോധനയും ചികിത്സയും ജില്ലയിലെ എല്ലാ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലും പൂർണ്ണമായും സൗജന്യമായി ലഭ്യമാണ്. 3 ദിവസം മുതൽ 14 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ചികിത്സ കൊണ്ട് മലേറിയ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. പനിയുള്ളവർ സ്വയം ചികിത്സ ഒഴിവാക്കണം. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സ ഉറപ്പുവരുത്തണം. രോഗബാധ സ്ഥിരീകരിച്ചാൽ കൊതുകുവല നിർബന്ധമായും ഉപയോഗിക്കണം. അതിഥി തൊഴിലാളികളെ ജില്ലയിലേക്ക് കൊണ്ടുവരുന്ന വാഹന ഉടമകൾ തങ്ങളുടെ വാഹനങ്ങളിൽ എത്തുന്ന അതിഥി തൊഴിലാളികളുടെ വിശദാംശങ്ങൾ ആരോഗ്യവകുപ്പിന് നിർബന്ധമായും കൈമാറണം. തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ കൊതുക് വരാൻ സാധ്യതയില്ല എന്ന് ഉറപ്പാക്കണം. മലേറിയ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് ജില്ലയിൽ ഉടനീളം ശക്തമായ രോഗനിരീക്ഷണം, ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സ്ക്രീനിംഗ്, കൊതുക് നിയന്ത്രണ പ്രവർത്തനങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസം എന്നിവ തുടരുകയാണ്. പൊതുജനങ്ങളും തൊഴിലുടമകളും കോൺട്രാക്ടർമാരും തൊഴിലാളികളും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ വൈകിപ്പിക്കാതെ ഉടൻ ആരോഗ്യ സ്ഥാപനങ്ങളെ സമീപിക്കുകയും മലേറിയ നിയന്ത്രണ പ്രവർത്തനങ്ങളോട് പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്യണമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. സിറ്റി വിഷൻ, ഇടുക്കി.